മുമ്പിൽ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സ്റ്റാലിൻ്റെ അനിയന്മാരാണെങ്കിലും വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റാലിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതെനക്ക് ഞങ്ങൾക്ക് അലീനെ അവിടെ നിർത്തുന്നത് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. അലീന കാരണം ഞങ്ങൾക്കാണെങ്കിൽ പുറത്തിറങ്ങി പോലും ഇവിടെ നടക്കാൻ പറ്റുന്നില്ല, നാണക്കേടാന്നൊക്കെ പറയുന്ന സമയത്തും നമ്മളെ സ്റ്റാലിൻ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോളെ ഇനി ഞാൻ ഒരിക്കലും ഇനി തിരിച്ച് അനാഥാലയത്തിൽ ഞാൻ അവളെ പറഞ്ഞയക്കത്തില്ല. അതിലും നല്ലത് അവൾ എൻ്റെ കൂടെ ഇവിടെ തന്നെ നിൽക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു നല്ലത് എൻ്റെ മോൾ അവിഹിത സന്തതിയാണ് എൻ്റെ കൂടെ തന്നെ എൻ്റെ മോൾ നിൽക്കുന്നത് തന്നെ നല്ലതെന്ന് അറിയുന്നുണ്ട്. ആ ഒരു പേര് ഞാനും എൻ്റെ മോളും അങ്ങ് സഹിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സ്റ്റാലിൻ്റെ അനിയും പറയുന്നുണ്ട്, അതിപ്പോൾ നിങ്ങൾ മാത്രം അങ്ങ് സഹിച്ചാൽ മതി, ആ ഒരു പേര് ദോഷം ഞങ്ങൾ സഹിക്കണ്ടേ, അതാണ് കെൽസമ്മ ചേച്ചി മക്കളും സഹിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ കുറേ വഴക്കൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മൾ സ്റ്റാലിനാണെങ്കിൽ പറയുന്നുണ്ട്, ഈ ഒരു കാര്യം പറഞ്ഞ് ഇനി നിങ്ങൾ എന്നെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാലിൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എന്തായാലും സ്റ്റാലിൻ്റെ അനിയന്മാർക്ക് മനസ്സിലായി, ഇനി എന്തായാലും ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഏട്ടനാണെങ്കിൽ അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടത്തില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തീരുമാനിക്കുന്നുണ്ട്, എന്തായാലും ഇനി നമുക്ക് എന്തായാലും അലീനെ തന്നെ പോയി കണ്ടിട്ട് അലീൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങി പോകണമെന്നൊക്കെ പറയണമെന്നൊക്കെ അവരിങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സ്റ്റാലിൻ തന്നെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്തായാലും അലീനെ അപ്പച്ചൻ വന്ന് കണ്ടിട്ട് അപ്പച്ചൻ ഞെട്ടിയ ആ ഒരു ഇതിൽ തന്നെ അലീനെ കണ്ട് ഞെട്ടിയതുപോലെ തന്നെ എന്തായാലും അവരും അലീനെ കാണുമ്പോൾ ഞെട്ടും, എന്തായാലും അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാമെന്നൊക്കെ നമ്മൾ സ്റ്റാലിൻ തീരുമാനം എടുത്തിട്ട് നമ്മൾ അവതക്കുട്ടിച്ചായൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അത് വേണോ മോനെ, എന്തായാലും അലീനെയും കൊണ്ട് അങ്ങോട്ടെങ്ങാനും ചെല്ലുമ്പം അവിടെ അവരങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, അതെന്തിനാ അച്ഛാ പ്രശ്നം ഉണ്ടാക്കുന്നത്, എൻ്റെ മോളെ കൂടെ ഞാനില്ലേ, അവളെ ദേഹത്ത് ഒരു മനുഷ്യർ പോലും കൈവയ്ക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ നമ്മൾ സ്റ്റാലിൻ പറയുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, അവർക്കാണെങ്കിലും അമ്മയടുത്ത് ഒരുപാട് സ്നേഹവും കാര്യങ്ങളും അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും അലീനെ കാണുന്ന സമയത്ത് അവരും എന്തായാലും ഷോക്കാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ തീരുമാനിക്കുന്നുണ്ട് അലീനയും കൂട്ടിയാണെങ്കിൽ തറവാട്ടിൽ പോകാൻ. അങ്ങനെ നമ്മൾ അവതക്കുട്ടിച്ചായനാണെങ്കിൽ മക്കളത്ത് വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ സ്റ്റാലിനാണെങ്കിൽ അലീനയും കൊണ്ട് അങ്ങോട്ട് തറവാട്ടിലോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുന്ന സമയത്തും അങ്ങനെ നമ്മൾ സ്റ്റാലിൻ്റെ അനിയന്മാർ ചോദിക്കും, എന്തിനാ പഴിച്ചു പറ്റി അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ ഉള്ളവരൊക്കെ കൂടെ കാണിച്ചിട്ട് മൊത്തത്തിൽ ഇവിടെ പ്രശ്നമാക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവതക്കുട്ടി ചായൻ പറയുന്നത്, എന്ത് പ്രശ്നമാവാൻ, എന്നെ അവർ വന്നു പോകുന്നത് ഇപ്പോൾ ആരും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റാലിനും അലീനയും കൂടെ അങ്ങനെ അഞ്ചല് തറവാട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ട് നമ്മൾ സ്റ്റാലിനാണ് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റാലിൻ്റെ അനിയൻ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ അവളെ കൊണ്ടുവന്നില്ലേ, ഏട്ടൻ മാത്രമാണോ വന്നത്, അതോ ഏട്ടൻ പേടിച്ചിട്ടാണെങ്കിൽ അവളെ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കാത്തയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതാ, എനിക്കിവിടെ ആരെയും പേടിയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. സ്റ്റാലിൻ പറയുന്നുണ്ട്, ഇറങ്ങും മോളെ എന്ന് പറയുന്നുണ്ട് അലീന എടുത്തിട്ട്. അങ്ങനെ നമ്മൾ അലീന ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആൽബി റോബി ആണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇവർ പറയുന്നുണ്ട്, ഇതെന്താ കറക്റ്റ് അമ്മച്ചിയുടെ രൂപം തന്നെ ആണല്ലോ, എന്തായാലും ഇത് സ്റ്റാലി ഏട്ടൻ്റെ മകൾ തന്നെ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ആൽബിയുടെ വൈഫും പറയുന്നുണ്ട്, ഇതെന്താ കറക്റ്റ് അമ്മച്ചിയുടെ രൂപം തന്നെ ആണല്ലോ, ഇങ്ങനെയും ഒത്തൊരുമിച്ചൊക്കെ വരുമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആൽബിയുടെ വൈഫ് ആണെങ്കിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ആരെയും പറ്റിക്കാനോ അല്ലെങ്കിൽ അലീനെ ഏറ്റെടുക്കാതിരിക്കാനോ നമുക്ക് പറ്റത്തില്ല. ഇനി നാട്ടുകാരാണെങ്കിൽ തന്നെ കണ്ടാലും നമ്മളിനി എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാലും അവരാരും വിശ്വസിക്കാൻ പോകുന്നില്ല. കാര്യം ഇവിടുത്തെ അമ്മച്ചിയുടെ അതേ രൂപം തന്നെ ആണല്ലോ ഇപ്പം നമ്മൾ സ്റ്റാലിൻ്റെ മോക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും അവർ അലീനെ ഏറ്റെടുക്കാൻ വേണ്ടി തന്നെ അവരൊക്കെ തീരുമാനമൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പം വരാൻ പോകുന്ന എപ്പിസോഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.